ഇനി നമ്മൾ കാണുക സർക്കുലർ മോഷൻ അഥവാ വർത്തുള ചലനത്തെ കുറിച്ചാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഇതിനൊരു എക്സാമ്പിൾ ചോദിക്കും പരീക്ഷയ്ക്ക്. കുട്ടികൾ എഴുതി കാണുന്ന എക്സാമ്പിൾ ആണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ തുടങ്ങാം. When one body moves along the circumference of a circle, along the circumference of a circle, there is an acceleration towards its center. അപ്പോൾ ഇപ്പൊ ഈ സൂര്യന് ചുറ്റും ഈ ഗ്രഹങ്ങൾ കറങ്ങുന്ന സമയത്ത് അവിടെ അതിന്റെ സെന്ററിലേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്. There is a acceleration towards there is an acceleration towards its center. ആ ഒരു ആക്സലറേഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നിങ്ങൾക്കത് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഈ ഒരു ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്തൊരു ഫോഴ്സിന് നമ്മൾ അവിടെ എന്താ പറയാ? The force that provides centripetal acceleration is known as centripetal force. ഓക്കെ, അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇത് ഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ സൂര്യനും മാത്രം ബാധകമായിട്ടുള്ളൊരു ഫോഴ്സ് ആണോ? അല്ല. നമുക്ക് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് പല സ്ഥലത്തും കാണാൻ സാധിക്കും. നമുക്ക് നോക്കിയാലോ. മറ്റൊരു ഉദാഹരണമാണ് ഒരു സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു കല്ല് കെട്ടുക. കല്ല് കെട്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യുകയാണ്? അത് നിന്ന് കറക്കുക. അതായത് അയാളുടെ കയ്യിൽ എന്തുണ്ട്? അയാളുടെ കയ്യിൽ ഒരു എൻഡ് ഉണ്ട്, മറ്റേ എൻഡ് എന്ത് ചെയ്യാണ്? സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറക്കുക. ഇങ്ങനെ ഈ ഒരു സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെന്ററിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, അല്ലെങ്കിൽ ആ ഒരു ആക്സിലറേഷൻ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എ കാർ ഓൺ സർക്കുലർ റോഡ്, ഒരു കാറ് ഒരു സർക്കുലർ റോഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? The centripetal force is provided by the friction between the tire and the road. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ, ടയറും റോഡും തമ്മിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സിനെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണാൻ 3 എക്സാമ്പിൾസും. ഒരു കല്ല് നമ്മൾ സ്ട്രിങ്ങിൽ കെട്ടി സർക്കുലർ പാത്തിൽ കറക്കുമ്പോഴും അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. അത് കൊടുക്കുന്നത് സ്ട്രിങ്ങിന്റെ ടെൻഷനാണ്. അതുപോലെ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ അവിടെയും എന്തുണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ അത് കൊടുക്കുന്നത് ആരാ? അത് ഗ്രാവിറ്റി കൊടുക്കുന്നത്. ആ ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മൂന്നാമത് നമ്മൾ കണ്ടത് കാർ മൂവിങ് ഓൺ എ സർക്കുലർ റോഡ്. അവിടെ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഫ്രിക്ഷൻ ആക്ടിങ് ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചിട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കണം. ഈ 3 എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുള്ളത്. അപ്പൊ ആദ്യം നമ്മളൊരു ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരു പഴയ ഒരു 10 വർഷത്തെ ചോദ്യം പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ +1 ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ള ഡെറിവേഷൻ, അത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ആയിക്കോട്ടെ, നിങ്ങളുടെ +1 ബോർഡ് എക്സാമിന് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഡെറിവേഷനിൽ ഒന്നാണ്. അതായത് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്, അതിന്റെ ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷനോ പ്രോബ്ലമോ ഷുവർ ആയിട്ട് വരും. അപ്പൊ എന്തായാലും ഈ ടോപ്പിക്ക് പഠിച്ചേ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുക. സിമ്പിൾ ഡെറിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് മിസ് എടുത്തതിന്റെ കുറച്ചും ക്ലാരിറ്റിയോട് കൂടി അതിന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഗൈഡ് എടുക്കുക കേട്ടോ. നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിൽ ഈ ഒരു ഡെറിവേഷൻ അവൈലബിൾ ആണ്. അത് കൊടുത്തിരുന്ന പേജ് നമ്പർ 77 കേട്ടോ. എക്സാം പോയിന്റിൽ പേജ് നമ്പർ 77 നമുക്ക് ഈ ഒരു ഡെറിവേഷൻ കാണാം. അപ്പൊ നോക്കിയാലോ. ഓക്കെ, നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഡെറിവേഷൻ ആണ് എന്ത്? മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. സാധാരണ നിരപ്പായ റോഡില് മോഷൻ ഓഫ് എ കാറിനെ കുറിച്ച് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം. കൺസിഡർ എ വെഹിക്കിൾ മൂവിങ് ഓവർ എ ലെവൽ കർവ്ഡ് റോഡ്. ഓക്കെ, ആ ഒരു സമയത്ത് പ്രധാനമായും 2 ഫോഴ്സുകളാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുക. ഏതൊക്കെയായിരിക്കും എന്ന് പറയാമോ? ഒരു ലെവൽ റോഡിലൂടെ ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ, ഒരു കാർ മൂവ് ചെയ്യുമ്പോൾ ആ കർവ്ഡ് റോഡിൽ പ്രധാനമായും 2 ഫോഴ്സ് ആക്ട് ചെയ്യും. ഏതൊക്കെയാ? യെസ്, ഫസ്റ്റ് വൺ ഇസ് എ വെയിറ്റ് vertically downward. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് താഴേക്കായിരിക്കും അല്ലേ? The weight which is acting downward, ആ വെഹിക്കിളിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. അതാണ് F. Fന്റെ ഇക്വേഷൻ mg എന്ന് പറയും. Now
a normal reaction, the reaction N, normal reaction will be acting in the upward direction. അപ്പോൾ രണ്ട് ഫോഴ്സ് ആണ്, weight acting vertically downward which is equal to mg and the normal reaction acting upward that is N. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ the normal reaction എന്ന് പറയുന്നത് it cannot give the sufficient centripetal force required for the circular motion. പിന്നെ ആരായിരിക്കും ഇവിടെ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ കൊടുക്കുന്നത് ഫ്രിക്ഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് പ്രൊവൈഡ് ദ സഫീഷ്യന്റ് centripetal force for the motion of a car in circular movement or in circular motion. Okay, അപ്പോൾ this friction opposes the motion of a car moving away from the circular road. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ it will be less than force of friction. Centripetal force is less than force of friction. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറയാമോ? എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? ആക്സലറേഷൻ നമുക്കറിയാം A is equal v square by r ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാൻ സാധിക്കുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് F is equal to ma എന്നാണല്ലോ, mg എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഇവിടെ കണ്ടു നമുക്ക് എങ്ങനെ എഴുതാം? m v square by r എന്ന് എഴുതാം. mv square by r. Okay അല്ലേ? So it is less than or equal to force of friction. Already force of friction equation നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ അല്ലേ? So we can write it as mu n. We can write the value as mu s into n. ഇനി നമുക്കിവിടെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? കോമൺ ആയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. നമുക്ക് എന്നിന് പകരം എന്ത് എഴുതാം? എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? mg എന്ന് കൊടുക്കാം അല്ലേ? കാരണം ഫോഴ്സ് ആണല്ലോ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു mg. അപ്പൊ നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, mv സ്ക്വയർ ബൈ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu s ഇൻറ്റു എന്നിന് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്? mg, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കാരണം F is equal to ma ആയതുകൊണ്ടാണ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ എന്നിന് പകരം mg എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ m കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയാലോ, കട്ട് ചെയ്ത് കളയാം. ബാക്കി v സ്ക്വയർ ബൈ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu s ഇൻറ്റു g എന്ന് വരും. നമുക്ക് വേണ്ടത് mu s ന്റെ നമുക്ക് വേണ്ടത് v സ്ക്വയറിന്റെ വാല്യൂ ആയതുകൊണ്ട് v സ്ക്വയറിനെ അവിടെ നിർത്തി ഞാൻ റേഡിയസിനെ അപ്പുറത്തേക്ക് എടുക്കുക. ഇത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അപ്പുറത്തേക്ക് ചിലപ്പോൾ ന്യൂമറേറ്റർ ആവും. സോ ഇറ്റ് ബിക്കം mu s ഇൻറ്റു rg. സോ ഇതാണ് നമുക്ക് വരാൻ പോകുന്ന ഇക്വേഷൻ. സോ ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? മാക്സിമം വാല്യൂ ആണ് അല്ലേ? ദ മാക്സിമം സ്പീഡ് ഓഫ് ദ സർക്കുലർ മോഷൻ ഓഫ് ദ കാർ എന്ന് പറയുമ്പോൾ അത് v മാക്സിമം ആണ്. സോ v മാക്സിമം ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് v സ്ക്വയറല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക അതിന്റെ വാല്യൂ? റൂട്ട് എടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? mu s ഇൻറ്റു r ഇൻറ്റു g. Okay, this is the equation for getting the maximum speed of circular motion of the car. Vmax is equal to square root of mu s into rg. Clear ആണല്ലോ എല്ലാവർക്കും? Okay, this is a very important derivation. കേട്ടോ? അപ്പോൾ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്താലോ? ചെയ്യാം. So a cyclist speeding at 18 km/h on a level road takes a sharp turn of radius 3 meter without reducing the speed. Coefficient of static friction between the tires and the road is 0.1. Will the cyclist slip while taking the turn? Slip ആവുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് മാക്സിമം സ്പീഡ് നോക്കണം അല്ലേ? സോ നമുക്കറിയാമല്ലോ, വിയുടെ ഇക്വേഷൻ നമുക്കറിയാം. v is equal to root of mu s into r into g എന്നാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? സ്പീഡ് 18 km/h തന്നിട്ടുണ്ട്. v is equal to 18 km/h. നമുക്കറിയാം velocity should be in meter per second. അതാണല്ലോ SI യൂണിറ്റ്. സോ ടു കൺവേർട്ട് km/h into meter per second എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ
വാല്യൂ ഇൻ കിലോമീറ്റർ പെർ അവർ വിത്ത് 5/18. കാരണം 3600 ഡിവൈഡ് ബൈ കിലോമീറ്റർ പെർ അവറിനെ ഡിവൈഡ് ചെയ്യുക, അതായത് 1000 ഡിവൈഡഡ് ബൈ 3600 ചെയ്യുമ്പോഴാണ് ഈ 5/18 വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 18 ഇൻറ്റു 5/18 ചെയ്താൽ മതി. യുവർ ആൻസർ വിൽ ബി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സംശയം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താ വരിക ആൻസർ? 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വെലോസിറ്റി കിട്ടുക. ആൻസർ ആയിട്ടില്ല, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി കിട്ടുക. അതുപോലെ മ്യൂഎസിന്റെ വാല്യൂ എന്നിട്ടുണ്ടല്ലോ, മ്യൂഎസ് 0.1 അല്ലെ. മ്യൂഎസിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്? 0.1 സെക്കൻഡ് ആണ്. സോറി 0.1 ആണ്. പിന്നെ നമുക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്കൊരു കാര്യവും കൂടി വേണം അല്ലെ. പിന്നെ എന്താ വേണ്ടത്? മ്യൂഎസ് ഇൻറ്റു ആർ ഇൻറ്റു ജി. റേഡിയസ് എത്രയാ? റേഡിയസ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടല്ലോ 3 മീറ്റേഴ്സ്. അപ്പൊ നമുക്ക് എല്ലാമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore v is equal to square root of mu s എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 3 ഇൻറ്റു g എന്ന് പറയുന്നത് എന്താണ്? g is equal to, നമുക്കിവിടെ കൊടുത്തിട്ടില്ല ജിയുടെ വാല്യൂ അല്ലെ. ജിയുടെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 9.8 ആണെങ്കിലും 10 ഇട്ട് വേണമെങ്കിലും ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ 10 ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളുടേതായ രീതിയിൽ 9 എടുത്താലും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കിട്ടും. സോ അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന നോക്കിക്കേ. 0.1 ഇൻറ്റു 3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എന്താ? റൂട്ട് ഓഫ് 0.1 മാറ്റുമ്പോൾ നമുക്ക് 3 എന്ന് 0.3 എന്ന് വരും. ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും, റൂട്ട് 3. അപ്പൊ v is equal to റൂട്ട് 3 എന്നാ വരിക. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ റൂട്ട് 3 ആണ്. റൂട്ട് 3യുടെ വാല്യൂ എന്താണ്? 1.72 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും 18 കിലോമീറ്റർ പെർ അവർ കൺവേർട്ടഡ് വല്ല ഗുണമുണ്ടോ? ഇല്ല അല്ലേ. കാരണം ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ ഒരു കൺവേർഷന്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ട് ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് ഇക്വേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. ഇവിടെ അപ്ലൈ ചെയ്ത ഇക്വേഷൻ ഏതാന്ന് നോക്കിക്കേ. നമ്മളിവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ ഏതാണ്? യൂസ് ചെയ്ത ഇക്വേഷൻ v is equal to റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് mu s into rg എന്നുള്ള ഇക്വേഷനാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, why do we give banking to the curved roads? curved റോഡുകൾക്ക് എന്തിനാണ് ബാങ്കിങ് കൊടുക്കുന്നത്? ബാങ്കിങ് നോക്കാം. In curved road, the centripetal force of the vehicle is provided by the friction. അവിടെ centripetal force എന്നറിയാം, അത് കൊടുക്കുന്നത് ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ലിമിറ്റ്സ് ദ മാക്സിമം സ്പീഡ്. സ്പീഡിനെ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? റോഡിന്റെ എഡ്ജ്, ഔട്ടർ എഡ്ജ് കുറച്ച് എന്ത് ചെയ്താൽ മതി? ഇന്നർ എഡ്ജിനേക്കാളും കുറച്ചൊരു വലുത് എബവ് ആക്കിയാൽ മതി. So the defect can be solved by raising the outer edge of the road slightly above the inner edge. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ്. മനസ്സിലാക്കണം കേട്ടോ. ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് കുറച്ചുകൂടെ ഇന്നർ എഡ്ജിനേക്കാളും പൊക്കി വെക്കുക, എബവ് ആക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബാങ്ക്ഡ് കർവ്ഡ് റോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? Yes, it is provided by the component of friction and the component of normal reaction. Friction ഒറ്റയ്ക്കല്ല അവിടെ centripetal force provide ചെയ്യുന്നത്, by the combination of the component of friction and the component of normal reaction. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. That's why we give banking to curved roads. Okay? അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഡെറിവേഷൻ അതിന്റെയാണ്. മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. സോ എനിക്ക് തോന്നുന്നു 95% ക്വസ്റ്റ്യൻ പേപ്പറിലും ഡെറിവേഷനായിട്ട് വരാൻ ചാൻസ് ഉള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ചാപ്റ്ററിലെ എസൻസ് എന്ന് പറയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക് കേട്ടോ, മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. നമുക്ക് നോക്കിയാലോ. സോ ഹിയർ ലെറ്റ്സ് കൺസിഡർ എ വെഹിക്കിൾ. ഇവിടെ നമുക്കൊരു കാറാണ്. This car is moving with an angle of banking theta. ഇവിടെ ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് ആ ആംഗിൾ ആണ് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, the normal reaction will be inclined at an angle theta with the vertical. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇവിടെ ഈ ഒരു പിക്ചർ വെച്ച് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. അതില് ദ വെർട്ടിക്കൽ കമ്പോണന്റ്
ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2. അതായത് n cos θ ഉണ്ട്, അതുപോലെ n sin θ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം n cos θ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെ. n cos θ നമുക്കറിയാം വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ദിസ് ഇസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് n sin θ is the horizontal component. ഇത് കൂടാതെ നമുക്കറിയാം ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് അഗെയിൻ ഇൻടു 2 components. അത് ഏതായിരിക്കും എന്ന് പറയാമോ? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? യെസ്, ദ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ 2 കമ്പോണൻസ് എന്ന് പറയുന്നത് F sin θയും അതുപോലെ F cos θയും ആണ്. നിങ്ങൾക്ക് അതിന്റെ ഏതൊക്കെ കമ്പോണൻസ് ആണെന്ന് പറയാമോ? യെസ്, യു ക്യാൻ സീ F sin θ ഇങ്ങോട്ട് താഴേക്കാണ് അല്ലേ. സോ F sin θ എന്ന് പറഞ്ഞാൽ എന്താണ്? F sin θ is the vertical component and this F cos θ നിങ്ങൾക്ക് ഈ ഡയറക്ഷനിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾ ഡെറിവേഷൻ വരുവാണെങ്കിൽ എക്സാമിന് എഴുതണം കേട്ടോ. അപ്പൊ ഈ ഒരു പടം വരച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പിക്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ മനസ്സിലാക്കണം mg വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. അതാണ് mg എന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആംഗിൾ ഓഫ് ബാങ്കിങ്ങിനെയാണ് നമ്മളിവിടെ തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ബാങ്കിങ് അതാണ് തീറ്റ എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ മോഷൻ ഓഫ് എ കാർ ഓൺ ദ ബാങ്ക്ഡ് റോഡ് അതിന്റെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം എഴുതാം. n cos θ മൈനസ് F sin θ. നമുക്ക് എഴുതാം അതൊന്ന്. n cos θ മൈനസ് F sin θ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നോക്കി പറഞ്ഞേ. n cos θ മൈനസ് F sin θ എന്തായിരിക്കും? അത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതിന്റെ വാല്യൂ എന്താണ്? mg ആണ് അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് mg. ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമോ? അതായത് ഈ F cos θ എന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ്? ഈ F sin θ പ്ലസ് mg ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? F cos θ മൈനസ് n cos θ മൈനസ് F sin θ വാല്യൂ ഈ mg ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഫ്രം ദ ഫിഗർ. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ഇക്വേഷനും കൂടെ നമുക്ക് വേണം. അത് നമ്മൾ എടുക്കാൻ പോകുന്നത് ദ കമ്പോണന്റ് ഇവിടെയുള്ള n sin θയും അതുപോലെ F sin θയും തമ്മിൽ നമുക്കറിയാം. അത് രണ്ടുമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് മറ്റൊരു ഇക്വേഷനിലേക്ക് നമുക്ക് പോകാലോ. ദാറ്റ് ഈസ് n sin θ. മറ്റൊരു ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ വരുവാണ്. n sin θ. നമുക്ക് ആ ഒരു പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. n sin θയും പ്ലസ് F cos θ എന്ന് പറഞ്ഞത് എന്താണ്? പ്ലസ് F cos θ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു നമുക്കറിയാലോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് അല്ലെ. ദാറ്റ് ഈസ് mv സ്ക്വയർ ബൈ r. mv സ്ക്വയർ ഡിവൈഡഡ് ബൈ r. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷൻ ബൈ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത് നോക്കാലോ. n cos θ മൈനസ് F sin θ ഡിവൈഡഡ് ബൈ n sin θ പ്ലസ് F cos θ is equal to റൈറ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം mg ഡിവൈഡഡ് ബൈ mv സ്ക്വയർ ബൈ r എന്ന് വരും. അതായത് r ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാവും മാറുക. mg h ബൈ mv സ്ക്വയർ. അതിൽ m ആൻഡ് m കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ഇനി ബാക്കി ഇവിടെ എന്തായിരിക്കും വരിക? അത് മാത്രം നമ്മൾ എടുത്തൊന്ന് എഴുതണം കേട്ടോ. ഇവിടെ n sin θ, m cos θ ആൻഡ് n sin θ നമുക്ക് അങ്ങനെ ഇവിടെ വാല്യൂസ് ഉണ്ട്. എങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് ഇതിനൊന്ന് റൈറ്റ് ചെയ്താലോ. നമുക്കിതിനെ ഒന്നും കൂടി റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. n cos θ
മൈനസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ is equal to എന്ത് വന്നു? ക്യാപിറ്റൽ ആർ ഇൻറ്റു ജി ബൈ വി സ്ക്വയർ. ഇതെല്ലാവർക്കും കിട്ടിയല്ലോ, കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മക്കളെ. ഒന്ന് നോക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന ഇക്വേഷനിലെ LHSനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ഡിവൈഡ് ബൈ ദ ടേം n cos തീറ്റ. അപ്പോ LHSലെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും n cos തീറ്റ വെച്ച് എന്ത് ചെയ്യുക? n cos തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് LHS വിത്ത് n cos തീറ്റ. അപ്പൊ എന്തായിരിക്കും കിട്ടേണ്ടത് നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ നമുക്ക് ആ ഇതിലേക്ക് പോകാം. അപ്പൊ ആദ്യമേ നോക്കിക്കേ, n cos തീറ്റ ബൈ n cos തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 എന്ന് വരും അല്ലെ? അപ്പൊ ആദ്യം വരാൻ പോകുന്ന ആ ഒരു ടേം നമുക്കൊന്ന് എഴുതാം. 1 എന്ന് വന്നു. ഓക്കെ, അതായത് n cos തീറ്റ ബൈ n cos തീറ്റ 1 എന്ന് വന്നു. മൈനസ് f ബൈ n tan തീറ്റ എന്ന് വരും. എന്ത് വരും? f ബൈ n tan തീറ്റ ഡിവൈഡഡ് ബൈ, അടുത്ത നമുക്ക് നോക്കാം, n sin തീറ്റ ബൈ n cos തീറ്റ എന്ന് പറയുമ്പോൾ n tan തീറ്റ. n tan തീറ്റ വീണ്ടും നോക്കിക്കേ, പ്ലസ് എഫ് കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ. കോസ് തീറ്റ ആൻഡ് കോസ് തീറ്റ ഗെറ്റ് ക്യാൻസൽഡ്. അവിടെ എഫ് ബൈ എൻ എന്ന് വരും അല്ലെ? എന്താ വരിക? എഫ് ബൈ എൻ പ്ലസ് എഫ് ബൈ എൻ ഈക്വൽ ടു, നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ തന്നെ നമ്മൾ എഴുതണം. എന്താ എഴുതേണ്ടത്? ആർ ജി ബൈ വി സ്ക്വയർ. എഴുതേണ്ടത് ആർ ജി ബൈ വി സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫോർമാറ്റ്. ഇനി ഇവിടെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. എന്താണ്? ഇവിടെ നമുക്ക് എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുള്ളത്? മ്യൂ അല്ലെ? എഫ് ബൈ എൻ എന്ന് വെച്ചാൽ എന്താണ്? എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് അല്ലെ? സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മ്യൂ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? ഓക്കെ, സോ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി താഴെ നമുക്ക് എന്താ ഉള്ളേ? താഴെയുള്ളത് n tan തീറ്റ പ്ലസ് എഫ് ബൈ എൻ അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ n ഗെറ്റ്സ് ക്യാൻസൽഡ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണ്ട? ഈ ഒരു എന്നിന്റെ ആവശ്യമില്ല. ടാൻ തീറ്റ എന്ന് മാത്രം നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. സോ ടാൻ തീറ്റ അവിടെ ഉണ്ട്, പ്ലസ് എഫ് ബൈ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ബൈ എന്നിന് പകരം മ്യൂ എന്ന് എഴുതാം. പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു ആർ ജി ബൈ വി സ്ക്വയർ. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി സ്ക്വയറിന്റെ ഇക്വേഷനിലേക്ക് വരാം കേട്ടോ. Therefore വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാക്കി രണ്ടാം സാധ്യത എഴുതണം അല്ലെ? ബാക്കി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ, ബാക്കി എന്താ വരിക? 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത്. തെറ്റിക്കരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കോമൺ ആയിട്ട് ഒരുമിച്ചൊരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഒറ്റ ബ്രാക്കറ്റിൽ എല്ലാവരെയും കൂടെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഇസ് ദ വാല്യൂ ഫോർ വി സ്ക്വയർ. നമുക്ക് വേണ്ടത് എന്തിന്റെ വാല്യൂ ആണ്? വെലോസിറ്റിയുടെ വാല്യൂ ആണ് അല്ലെ? സോ എന്ത് ചെയ്യാ? ഇത് റൂട്ട് കൊടുത്താൽ മതി അല്ലെ? സോ our ഫൈനൽ ആൻസർ വി എന്ന് പറഞ്ഞാല് സ്ക്വയർ റൂട്ട് ഓഫ് ഈ തന്നിരിക്കുന്ന വാല്യൂ, അതായത് സ്ക്വയർ റൂട്ട് ഓപ്പൺ ചെയ്യുന്നു, ആർ ജി ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് അറൈവ്ഡ് അല്ലേ? നമുക്കിവിടെ ആൻസർ കിട്ടിയല്ലോ. സ്പീഡിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇഫ് ദ കാർ ഇസ് മൂവിംഗ് ഓൺ എ ബാങ്ക്ഡ് റോഡ്. ക്ലിയർ ആണല്ലോ? where theta is the angle of banking. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതി തന്നെ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിച്ച് വിൽ ബി 99% ഷുവർ ഫോർ യുവർ ഫൈനൽ എക്സാമിനേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഒപ്റ്റിമം സ്പീഡ്, അതിന്റെ വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? അപ്പൊ ഒപ്റ്റിമം സ്പീഡ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് എ വെഹിക്കിൾ ക്യാൻ മൂവ് ഓവർ എ കർവ്ഡ് banked road
വിത്തൗട്ട് യൂസിങ് അൺനെസറി ഫ്രിക്ഷൻ. അൺനെസറി ഫ്രിക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ബാങ്ക്ഡ് കർവ്ഡ് റോഡിലൂടെ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സ്പീഡ്, മാക്സിമം സ്പീഡ്, അതായത് സ്കിഡ് ചെയ്യാതെ വീണ് പോകാതെ മാക്സിമം സ്പീഡിൽ എന്തോരം പോകാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടല്ലേ, ആ ഇക്വേഷനിൽ മ്യൂയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ ഇൻ ദ പ്ലേസ് ഓഫ് മ്യൂ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ mu as 0 you will get optimum speed. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 0 എന്ന് വരും അല്ലേ, tan theta plus 0 plus divide by 1 minus 0 എന്ന് വരും, 1 minus 0. അപ്പൊ എങ്ങനെയാ ഫൈനൽ ആൻസർ വരിക, v0 അതായത് വെലോസിറ്റി or optimum speed is equal to square root of rg tan theta എന്ന് വരും. That is the optimum speed. So rg and tan theta ഈ 3 വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഓൺ എ ബാങ്ക്ഡ് കർവ്ഡ് റോഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം കേട്ടോ. സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 മീറ്റർ. അപ്പൊ റേഡിയസ് വന്നിട്ടുണ്ട്, is banked at an angle 15 degree. അപ്പൊ തീറ്റയുടെ വാല്യൂ ആണ് 15. If the coefficient of friction between the wheels of a car and the road is 0.2, അപ്പൊ mu ആണത്. What is optimum speed of the car? G എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തിയുള്ളൂ അല്ലേ, rg tan theta. അപ്പൊ ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാലോ, v0 is equal to square root of എന്നാണ് ഇക്വേഷൻ, rg tan theta. rg tan theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ്, സ്ക്വയർ റൂട്ട് ഓഫ് r എന്ന് പറയുമ്പോൾ 300 മീറ്റർ ആണ്, 300 ഇൻറ്റു g എത്രയാണ് 9.8 ഇൻറ്റു tan തീറ്റ. tan തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഉദ്ദേശിക്കുന്നത്, tan 15 അല്ലേ, 15 ഡിഗ്രി, tan 15 ഡിഗ്രി. സോ ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമം സ്പീഡ്. നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്തിലായിരിക്കും, ഇറ്റ് വിൽ ബി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. So this is the way how you should find out the value for optimum speed of the car. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാങ്ക്ഡ് കർവ്ഡ് റോഡ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക്ഡ് റോഡ് അല്ലെങ്കിൽ കർവ്ഡ് റോഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ +1 നമ്മുടെ ഫിസിക്സിന്റെ എക്സാം പോയിന്റ് ഗൈഡ് വാങ്ങുക കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ എക്സാം പോയിന്റിൽ, എക്സാമിന്റെ സെയിം പാറ്റേണിലുള്ള പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുക കേട്ടോ, മറക്കരുതേ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വൈൽ ഫയറിംഗ് എ ബുള്ളറ്റ് ദ ഗൺ മസ്റ്റ് ബി ഹെൽഡ് ടൈറ്റ് ടു ദ ഷോൾഡർ. Which conservation law helps you to explain this? ഏത് ലോയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇവിടെ എന്താ പറയുന്നത്, മൊമെന്റം ബിഫോർ കൊളീഷൻ ആൻഡ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ വിൽ ബി ദ സെയിം. അതായത് the momentum is a constant അല്ലേ. In the firing process, speed of the gun is very low compared to the speed of the bullet. Substantiate the above statement using the mathematical expression. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. സോ നമുക്കിവിടെ ഒന്നത് എഴുതി നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, നമുക്കതൊന്ന് ലോ പോലെ എഴുതണോ അല്ലേ. സോ mu പ്ലസ് mv, രണ്ടാമത്തെ m നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എടുക്കുന്നത് അല്ലേ. സോ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, mu plus mv is equal to 0. So mv is equal to നമുക്ക് എന്ത് എഴുതാം, മൈനസ് mu എന്ന് എടുക്കാം. So v will be minus m into u divided by capital M. So that is the equation to find out the velocity, final velocity. v എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, m എന്ന് പറയുന്നത് വളരെ ലാർജ് അല്ലേ. Since m is very large, v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, it will be very small. ഓക്കെ, മാസ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറവായിരിക്കും എന്നും കൂടി ഓർക്കുക. നമുക്ക് ഇതിന്റെ ഒരു തേർഡ് സബ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. A shell
of 20 kilogram moving at 50 meter per second burst into two parts. അപ്പോൾ മൊമെന്റം ബിഫോർ കൊളീഷനും മൊമെന്റം ആഫ്റ്റർ കൊളീഷനും നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. എം വി ഇസ് ഈക്വൽ ടു മൊമെന്റം ബിഫോർ. ഇനി രണ്ടായിട്ട് പൊട്ടിയെന്നാ പറയുന്നത്. അപ്പോൾ അവിടെ 2 മാസം 2 വെലോസിറ്റിയും വരുമല്ലോ. സോ അതിനെ നമുക്ക് M1 U1 എന്നും M2 U2 എന്നും എടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു തേങ്ങ പൊട്ടി 2 ചെറിയ പീസ് ആവുമ്പോൾ 2 മാസം 2 വെലോസിറ്റി ഉണ്ടാവുന്നത് പോലെ ബിഫോർ ഒറ്റയ്ക്ക് തേങ്ങയായിട്ടിരിക്കുമ്പോൾ 1 മാസം വെലോസിറ്റി ഉള്ളൂ. അതാണ് ക്യാപിറ്റൽ എം വി എന്ന് കൊടുത്തിരിക്കുന്നത്. സോ മാസ് 20 കിലോ, അതിന്റെ വെലോസിറ്റി 50. സോ 20 നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അതിന്റെ വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. 20 × 50 is equal to, ഇവിടെ നോക്കിക്കേ, larger part continues to move in the same direction at 70 meter per second. 70 meter per second velocity തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നാ പറയുന്നത്. What is the velocity and direction of the other piece? അപ്പോൾ ഫസ്റ്റ് പീസിന് ഉത്തരം നമുക്ക് അറിയില്ല. അത് എന്താണ്? 5 കിലോയും 15 കിലോ ആയിട്ട് മാറി എന്നാ പറയുന്നത്. സോ 5 കിലോയാന്ന് വിചാരിക്കുക മാസ്, അതിന്റെ വെലോസിറ്റി അറിയില്ല. സോ 5u എന്ന് എടുക്കാം. ഓക്കെ, 5u1 പ്ലസ് M2 U2. രണ്ടാമത്തെ മാസ് 15 ആണ്, 70 വെച്ചിട്ട് പോയി എന്ന് പറയാ. സോ 15 × 70. ഇനി നമുക്ക് വേണ്ടത് ഈ 5u1 ആണ് അല്ലേ. സോ അതൊന്ന് ചെയ്തെടുക്കാലോ. 5u1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും. സോ 20 × 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ആണ്, മൈനസ് 15 × 70. സോ നിയർലി -50 എന്ന് വരും. സോ എന്താണ് U1? -50/5 അല്ലേ. സോ കട്ട് ചെയ്യുമ്പോൾ -10 എന്നാ വരിക. -10 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ. സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ സ്മോളർ പാർട്ടിന്റെ വെലോസിറ്റി ആണ്. സോ വാട്ട് ഇസ് ദ വെലോസിറ്റി എന്നുള്ള ആൻസർ നമ്മൾ പറഞ്ഞ -10 മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്ഷൻ ഓഫ് ദി അതർ പീസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്. ഡയറക്ഷൻ ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, അതുകൊണ്ടാണ് ആൻസർ നെഗറ്റീവ് ആയിട്ട് മാറിയത്. എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായല്ലോ. സോ ഇതോടെ പ്രോബ്ലംസ് അവസാനിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ കുറേ അധികം പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രം സോൾവ് ചെയ്ത് പോയത്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ +1 എക്സാം പോയിന്റ് ഫിസിക്സിന്റെ ഗൈഡ് വാങ്ങി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഒറ്റയടിക്ക് നമുക്ക് പ്രോബ്ലംസ് ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാൻ നോക്കുക. എന്തായാലും നമ്മൾ ജാനുവരി തൊട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് സെഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ലൈവിൽ പങ്കെടുക്കുക, നിങ്ങളുടെ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു ചാപ്റ്റർ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.